ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ അത്താഴത്തിൻ്റെ ടൈമിന് വന്നിന് ഞാൻ കിച്ചണിലോട്ട്. അപ്പോൾ രാത്രി നമുക്ക് അടുമ്പും കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രാത്രി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കടുമ്പ്. അങ്ങനെ ഞാൻ അപ്പച്ചട്ടി തുറന്ന് നോക്കുമ്പോൾ കടുമ്പില്ല, ആകെ ഒന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു കടുമ്പ് ഉണ്ടാക്കാം. അപ്പോൾ ആ കടുമ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ബേയോല് അപ്പുറത്തെ ഗ്യാസിൽ ചായ റെഡി ആക്കുന്നുണ്ട്. ഈ ചായയില്ലേ നമ്മളെ താജ് ചായപ്പൊടിയില്ലേ, അതിലാന്നുണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ്. നല്ല കോണവും മണവും ടേസ്റ്റും എല്ലാം ഉണ്ട് ചായ. ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെ അറിയാം? ഫസ്റ്റ് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച പാടന്നെ ഇല്ലേ ചായപ്പൊടി ഇട്ട് കൊടുക്കണം. അത് നല്ല വെന്തിട്ട് തിളച്ചിട്ട് നല്ല പാങ്ങല ചെറിയ രീതിയിൽ തിളക്കണം. അപ്പോൾ ഞാൻ എന്താക്കും, ഫസ്റ്റ് ഇട്ടപ്പൻ ഗ്യാസിൽ പാല് വെച്ചപ്പൻ അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കും. ഞാൻ കുറേ ഒന്നും വേണ്ട, ഒരു 1-1.5 സ്പൂൺ ഇട്ട് തന്നെ അടിച്ച് വെച്ചെങ്കിൽ നല്ല അതിൽ നല്ല സ്ട്രോങ് ഉള്ള ചായ ആയിട്ട് വരുന്നത് അതെയാ. അപ്പോൾ നമുക്ക് ചായപ്പൊടി പഞ്ചസാരെല്ലാം ഇട്ട് അതിനൊരു തിളക്കാൻ വേണ്ടിയിട്ട് അതിന് വെക്കാം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കടുമ്പെല്ലാം ഉണ്ടാക്കാം. കടുമ്പ് ഞാൻ എപ്പോഴും ചേർന്ന പോലെ തന്നെ ഇല്ലേ AMSൻ്റെ പൊടിയിലില്ലേ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ തേങ്ങ എല്ലാം ചരിച്ചിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരിത്തിരി തേങ്ങ ഇട്ടിട്ട് കടുമ്പും തേങ്ങ ഇട്ടിട്ടില്ലേ ഒരിത്തിരി ഉപ്പും വെള്ളമെല്ലാം മിക്സ് ആക്കിയിട്ട് പൊടി ഇട്ടിട്ട് കുഴക്കുന്നതാണ്. പെട്ടെന്ന് റെഡിയാണ്. നമുക്കൊരു ഏകദേശം ഒരു അരമണിക്കൂർ അത്ര വേണ്ട, കഴിക്കാനും പോകാനും എല്ലാം ആയിട്ട് അങ്ങനെ. ഇപ്പം ഞാൻ ഏകദേശം ഒരു 4-4.5 മണിക്കാണ് തോന്നിച്ചത്. അരമണിക്കൂറിൽ നമുക്ക് ഫുഡ് റെഡിയാവും. ഒരു 5-10 മിനിറ്റ് കഴിച്ചിട്ട് പോകും അത്ര തന്നെ. അങ്ങനെ അപ്പോൾ തേങ്ങ ഫസ്റ്റ് ഉപ്പിട്ടിന്, എന്നിട്ട് ഒരു ഇത്തിരി തേങ്ങ ഇട്ട് കൊടുത്തിന്. നമുക്ക് ഇതിലേക്ക് കുഴക്കുന്ന പോലെ AMSൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇനി പുതുക്കാൻ അങ്ങനത്തെ ഒന്നും പണിയില്ല. നല്ല ഇത് ഉറപ്പിൽ തന്നെ ഇട്ട് കുഴച്ച് കൊടുത്തെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓരോരോ കടുമ്പായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് കുഴക്കുന്ന ടൈമിൽ തന്നെ പച്ചട്ടിയിൽ വെള്ളവും വെച്ച് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ചൂടാട്ടുന്നിട്ട് വേഗം ചൂടാട്ടിട്ട് അങ്ങനെ വേഗം കടുമ്പെല്ലാക്കിയിട്ട് വെച്ചിന്. കുറച്ച് തന്നെ അത്താഴത്തിന് നല്ലൊരു ഇത്തിരി തന്നെയല്ലേ വേണ്ടിയത്. അങ്ങനെ കടുമ്പും ഇപ്പുറത്തെ ചായ റെഡിയാകുന്നുണ്ട്. പിന്നെ കറിയും മീൻ ഫ്രൈ എല്ലാം രാത്രിക്ക് തന്നെ ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം റെഡി ആകുമ്പോൾ ഞാൻ വേഗം പോയിട്ട് പുള്ളന്മാരെ വിളിക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണെന്ന് പറഞ്ഞാൽ. നല്ല മകളെ വിളിക്കണം, നല്ല പിരിസത്തിൽ വെച്ചിട്ട് മോളെ കുഞ്ഞി മക്കളെ നല്ല വിളിക്കും. നമ്മളുള്ള ചൂടെല്ലാം തീർക്കോറോട്. എനിക്കതിപ്പോൾ ചിലപ്പോൾ വെള്ളം തെറിപ്പിക്കലുണ്ട്, എല്ലാം ആക്കലുണ്ട്. അപ്പോൾ ഈ ഓറ വിളിക്കുന്ന സൗണ്ട് കേട്ടിട്ട് എൻ്റെ മേത് മോനെ എണിച്ചിട്ടുണ്ട് അറിഞ്ഞാൽ. അങ്ങനെ പക്ഷേ അതെല്ലാവരും എണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടുമ്പെല്ലാം വെച്ചിട്ട് അതിന് ശേഷം എല്ലാത്തിനും വിളിച്ചിട്ട് ഒന്ന് പല്ലിയൊക്കെ എല്ലാവരും ഓരോ എടുത്തുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് നമുക്ക് തജ് സ്കെച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് ഒന്ന് സ്കെച്ചിട്ട് വരാത്തില്ലേ ചായ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടായിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ചായ ഓഫാക്കിയിട്ട് നല്ല പാങ്ങലൊന്ന് ഏന്തിയിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നില്ല അത്. അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ കിട്ടുമ്പോഴേക്കില്ല നല്ല പാങ്ങണ്ട നമുക്ക് ചായ കുടിക്കാൻ. അങ്ങനെ പിള്ളേരെല്ലാം കുടിക്കലുണ്ട്, നമ്മളോട് എല്ലാവരും ചായ കുടിക്കലുണ്ട്. ഞാൻ കുറച്ച് ദിവസം ഇന്ന് കുടിക്കുന്നില്ലായിട്ടെല്ലാം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് തോന്നുന്നില്ല, കുടിക്കലില്ല തിന്നലില്ലാണ്ട് തിന്നാതിരുന്ന പ്രശ്നമില്ല. അത് തിന്നലില്ല, മീൻ കറി വിട്ടല്ല, ഇത് എനിക്കൊരു ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മസാല എല്ലാം എൻ്റെ പിള്ളമാരെല്ലാം കഴിക്കുന്നത് ഞാൻ എല്ലാവരും കഴിക്കുന്നത് നേരെ. അപ്പോൾ ഞാൻ നല്ല ഫാനെല്ലാം ഇട്ടിട്ട് വെച്ചിട്ട് വന്നിന്. നല്ലോണം ചൂട് വേണ്ടാലോ, വേഗം കഴിക്കണ്ടേ നമുക്ക്. അപ്പോൾ ആ നേരത്ത് വേഗം നിസ്കരിച്ചിട്ട് പോയിറാലിട്ട് പിള്ളേരെല്ലാം വിളിച്ചിട്ട് എണിച്ചിട്ട് അവിടെ ഓരോന്നോരോന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ റെഡിയാകും. അപ്പോൾ ഞാൻ വേഗം നിസ്കരിച്ചിട്ട് വരുന്നത്. ഞാൻ നിസ്കരിച്ചിട്ട് വരുന്നത് നിസ്കരിക്കാൻ അത്ര ടൈം തന്നെയല്ലേ, വെറും 5 മിനിറ്റ് വേണ്ടാലോ. അങ്ങനെ വേഗം നിസ്കരിച്ചിട്ട് പിന്നെ ഞാനും പിള്ളമാരെല്ലാവരും ഒന്നിച്ചാൽ വെച്ചതാണ്. അപ്പോൾ ഈ ടൈമിൽ ഓറ വിളിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അത് എണിച്ചിട്ടുണ്ട്. ഓരോരിക്കലേ കരിഞ്ഞിട്ട് അറുപല്ലോ മുറിച്ചിട്ട് അങ്ങനെ ഒരു അൽമ്പാക്കിയിട്ട് എണിക്കും. ഓരോരിക്കൽ നല്ല മൂട്ടിൽ തന്നെ എണിച്ചിട്ട് വരും സൗണ്ട് കേട്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരോടും വെയിറ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേഗം ഒന്ന് നിസ്കാരപ്പായെല്ലാം മാറ്റിയിട്ട് പോകാനായിട്ട് 5 മണിയായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉറങ്ങുന്ന നേരത്തെ വിളിച്ചതെല്ലാം വെറുതെ ആയി. അങ്ങനെ പിന്നെ ഇപ്പം 5:25 അങ്ങനെ എന്തല്ലേ ബാങ്ക്. നമുക്ക് 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് അത്ര മതി ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇപ്പോൾ ഈ ടേബിൾ സെറ്റ് ആവാത്തതുകൊണ്ട് നിലത്ത് തന്നെയാണ് എപ്പോഴും ഡെയിലി ഇരിക്കുന്നത്. ഒരു സെറ്റാകുന്നില്ല, എന്നാലും സഹിച്ചിട്ടിങ്ങനെ നിൽക്കുന്നതാണ്. ടേബിളിൽ നിന്ന് പോലെ നമുക്കൊരു പാങ്ങാന്നത് അങ്ങനെ. അപ്പോൾ എൻ്റെ പണിയെല്ലാം എടുക്കത്തി നല്ല ചോദിക്കുന്നുണ്ട്. അതിനിപ്പോൾ വർക്ക് ഏരിയൻ്റെ പണി കുറച്ചും കൂടി ബാക്കിയുണ്ട്. അത് ഫിനിഷ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്കിപ്പോൾ പകുതി നിന്ന് കാണിച്ചെങ്കിൽ എൻ്റെ തലമ്പാലും എന്തെന്നിട്ട് അറിയില്ല. അപ്പോൾ ഒന്ന് ഫിനിഷ് ആയിട്ട് അതിന് ശേഷം എന്നെ കാണിക്കാം. ഇത് നല്ല ഇളക്കത്തിൽ തന്നെ മസാല നനച്ചിട്ടുണ്ട്. രാത്രി മയ്യും പൗഡറും എല്ലാം ഇട്ടിട്ടില്ല, പിള്ളമാറനൊക്കെ പെണ്ണുഞ്ഞാക്കിയതാണ്. തലയെല്ലാം വാരിയിട്ട് പിളക്കറെല്ലാം ഇട്ടിട്ട് എന്തെല്ലാം ആക്കുന്നീ അറിയാൻ. അങ്ങനെ മയ്യെല്ലാം ഉണ്ട് കടലിൽ.
അങ്ങനെ അപ്പോൾ അതാ കടുമ്പും പയർ കറിയും മീൻ ഫ്രൈയും ചായ എല്ലാം കൂട്ടിയിട്ട് ഞാനും മക്കളെല്ലാവരും അൽഹംദുലില്ലാ അങ്ങനെ ഇത് 9ാമത്തെ നോമ്പിൻ്റെ 10ാമത്തെ നോമ്പിൻ്റെ എന്തോ വീഡിയോ വന്നു. അതിനിടയിൽ നമ്മൾ വീഡിയോ ഗ്യാപ്പായില്ലേ, അങ്ങനെ 2-3 വീഡിയോ എല്ലാം പെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഥ എന്താ അറിയോ, നമുക്ക് അസറുണ്ട് അടുത്ത കരൊപ്പം ഒന്ന് നെല്ലിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ അരിയും വെള്ളത്തിലിട്ട് ബീഫിനെയും വെള്ളത്തിലിട്ട് ബീഫ് കറി നമ്മളെ ചട്ടിപ്പത്തൽ അച്ചാറെല്ലാം കൊടുക്കാല് നോക്കുമ്പോൾ ഓരോട് വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് സാധനമല്ല ഫുള്ളായിട്ട് അതിന് നെല്ലിട്ട് അങ്ങനെ ഞാൻ എന്തൊക്കെ വെള്ളത്തിലെല്ലാം ഇട്ടേനെ നേരെ ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി വെച്ച്. ഇത് നല്ല ബീഫാണ് സതുക്കാൻ്റെ ഒന്നോ കിട്ടിയത്. അപ്പോൾ അങ്ങനത്തെ എല്ലാവർക്കും ഇഷ്ടമല്ലേ, അങ്ങനെ ഞാൻ നല്ല ബീഫ് ഫ്രൈ ചെയ്യാൻ പറ്റാക്കിയിട്ട് കൊടുക്കാണ്ട് ഇങ്ങനെ വെള്ളത്തിലിട്ടതായിരുന്നു. ചോറിൽ ഒരിത്തിരി സ്ഥലമില്ല എന്നിട്ട് ഞാൻ മഞ്ഞ ബീഫെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, അതെന്നെ കൊടുക്കാമെന്നുള്ള ശരിയിട്ടില്ലേ. അങ്ങനെ ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി ബീഫിനെല്ലാം. അങ്ങനെ അപ്പോൾ അത് ചോറും ബേക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ഗ്യാസെല്ലാം ഒന്ന് നല്ല വാങ്ങല തുടച്ചെടുക്കാം. ഞാൻ ഈ അത്താഴത്തിനനുസരിച്ചിട്ടാകുമ്പോഴേക്കില്ലേ കുറച്ച് പണി എടുത്തിട്ട് ഉറങ്ങും, ഫുള്ളായിട്ട് എടുക്കല. എന്തെങ്കിലും തുന്ന പാത്രവും ഫുള്ള് കൗണ്ടർ ടോപ്പ് കിച്ചൺ ക്ലീൻ ആക്കും. പിന്നെ ഡ്രസ്സൊന്ന് ഡ്രൈ ആക്കാനിട്ടിട്ട് ആ ഒരു പണി എടുക്കും. പിന്നെ നമുക്ക് ഉറങ്ങിയിട്ട് 5 ഉള്ളൊന്ന് അത്രയാക്കിയിട്ട് അടിച്ചാൽ കഴിയില്ലേ. പിന്നെ ഡെയിലി ഞാൻ തുടക്കലില്ല, ഒരു ഉള്ളൊത്രയാക്കിയിട്ട് അടിച്ചിട്ട് പാത്രം കഴിഞ്ഞിട്ട് ക്ലീൻ അലക്കുന്ന പണിയെടുക്കും. ഒരു ദിവസം പിന്നെ തുടക്കലും മുറ്റടിക്കലും പാത്രം പോകലും, അങ്ങനെ 2 ബാച്ചാക്കി ചെയ്യുന്നതാണ്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് നല്ല പണിയെടുക്കാൻ നല്ല ക്ഷീണം പിന്നെ ഇപ്പോൾ ഓർഡർ എടുക്കാതെ പണിയെടുക്കാതെ വന്നിട്ടില്ല, ഏറെ മടിയാണെന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പെരുന്നാൾ ഗൾഫിൽ തപ്പത്തിൻ്റെ ഓർഡർ അങ്ങനത്തെ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ അതിനെ ഉള്ളിലും പുറത്തെല്ലാം ആക്കിയിട്ട് എടുക്കുന്നത് പുറത്തലത്തെ കൗണ്ടർ ടോപ്പിൻ്റെ അടുത്ത പൈപ്പ് ലൈനെല്ലാം ക്ലോസ് ആക്കിയിട്ട് ചെയ്യും. അതുകൊണ്ടാണ് നല്ല ബനാന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇതാക്കാൻ. ഇപ്പം എല്ലാം ഏകദേശം കിച്ചണിൽ തന്നെ സാധനമെല്ലാം കൊണ്ടുവച്ചിന് അടുത്ത പണി തീർന്നിട്ടായിട്ട് തന്നെ ഇനി പുറത്തേക്ക് വരാന്നിട്ട് ഈ ടേബിളെല്ലാം കച്ചറായിട്ട് പോയി. നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിളല്ലേ, ഗ്യാസ് വെച്ചെങ്കിൽ എന്തെങ്കിലും എണ്ണ കെട്ടോ അത് ഇത് എത്ര തുടച്ചെങ്കിലും ഉണ്ടാകുന്നല്ലേ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ എടുക്കുമ്പോൾ വെക്കുമ്പോൾ ഇങ്ങനെ പേടിച്ചിട്ട് തന്നെയാണ് നല്ല ചെയ്യുന്നത് പറഞ്ഞാൽ. കുറേ മഷാല കമൻ്റ് ഉണ്ട്, ഡ്രസ്സ് എടുത്തിനാന്നല്ല ചോദിച്ചു കുറേ ആൾ കമൻ്റ് ആക്കി. ഇനി നോമ്പിന് മുമ്പേ എടുത്തിന് നോമ്പിന് പോകാൻ കഴിയുന്നില്ല, പുള്ളറെല്ലാം ഉണ്ടാകുമ്പോൾ പണിയും വരുമ്പോൾ നോമ്പറക്കലെല്ലാം ഹെവിയാന്ന് മുമ്പേ എടുത്തിന് അങ്ങനെ ഇങ്ങനെ കുറേ മെസ്സേജ് എല്ലാം നോക്കിന് എല്ലാം വായിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എല്ലാവരും ഞാൻ ഒരിക്കലും റിപ്ലൈ ആക്കാം. ഓക്കെ, ഇങ്ങനെ തിരക്കിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കഴിയുന്നില്ല. പിന്നെ ഒന്ന് ഫ്രീ ആകുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതിനെല്ലാം റിപ്ലൈ ആക്കാനും ഇതാക്കാനെല്ലാം കഴിയുന്നത്. ഇപ്പം എനിക്കില്ല ഒരു പള്ളിയിലത്തെ ഉസ്താദിൻ്റെ ഫുഡിൻ്റെ ഓർഡർ ഉണ്ട് നോമ്പുറക്കലിൻ്റെ. അപ്പോൾ അതിനുള്ള പണിയെല്ലാം ഉണ്ട്. അതിന് പോകുന്നതിന് മുമ്പ് ഒക്കെ നിങ്ങൾക്ക് വോയിസ് പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ എത്തിക്കണ്ടേ, അതൊന്ന് എത്തിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് വോയിസ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ വലിയ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇല്ലേ അത്ര വലിയ പണിയാകുന്നില്ല പത്രം പോകാനായി. എന്തിനായെങ്കിൽ പണിയെല്ലാം കുറവാണ്. ഇല്ലെങ്കിൽ ഞാൻ ഈ നോമ്പിൻ്റെ ടൈമിന് അത്ര സമൂസ 100, 200, 300 സമൂസ ഇട്ട നാളും ഉണ്ട്. സമൂസ, ഉള്ളി ബജ, കട്ട്ലേറ്റ്, മന്തി എല്ലാം ഉണ്ടാകുന്നു. ഓരോന്നോരോന്നായിട്ട് ഫ്രീ ആവലില്ല. അപ്പോൾ ഇക്കുറി മസാല നല്ല ഫ്രീ ആയിട്ട് നല്ല ഓതാനും സ്കരിക്കാനും നല്ല സമാധാനത്തിലാവാൻ നേരെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ. അങ്ങനെ അപ്പോൾ പിന്നെന്താ പിള്ളേർക്ക് ഡ്രസ്സ് എടുത്താന്നല്ല ചോദിക്കുന്നത്. ഡ്രസ്സ് എടുത്തിട്ടില്ല, ഞാൻ ഇന്നലെ പോയിട്ട് എടുത്തിട്ടുണ്ടായിന്. അതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഞാൻ നാളെ ഇട്ട് തരാവേ. അപ്പോൾ ഇത് മുന്നത്തതെല്ലാം ഒന്ന് പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ ഇത് അത്താഴത്തിനനുസരിച്ചല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഏട്ടത്തിനിടെയാണ് നോമ്പുറക്കാൻ പോയത്. അപ്പോൾ ഉച്ചക്ക് മോന്തിക്ക് വേറെ നമുക്ക് പണിയില്ലല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതിനടുത്തേനെല്ലാം ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റിയിട്ട് നമുക്കിനി വൈകുന്നേരം പോകുമ്പോൾ പണിയെടുത്താൽ പോരെ. കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായി, അതെല്ലാം കയറ്റിൻ്റെ ഇടയിലാണ് ഞാൻ മിഷനിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കയറ്റെടുത്തിട്ടായി ആ പാടെ മിഷനിൽ സെറ്റാകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി സുബിസ്കരിക്കാനുള്ള എത്രയും ഏകദേശം ഒരു 5-5:15 അത്ര ആ ഒരു ടൈമായിട്ടുണ്ട്. പിള്ളമാരെല്ലാം പോയി നിസ്കരിക്കാനോ ഓതാനല്ലോ അങ്ങനെ. അപ്പോൾ ഞാനിടെല്ലാം ഒന്ന് തുടച്ചിട്ട് വൃത്തിയായിട്ട് ആയതിന് ശേഷം തന്നെ പോയിറാലിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത്ര പണിയായെങ്കിൽ പിന്നെ നമുക്ക് കിച്ചണിലോട്ട് വരണോന്നേ ഇല്ല. വൈകുന്നേരമോളം നോമ്പൊരു സുഖം തന്നെയല്ലേ, ഭയങ്കര സുഖം, കുറച്ചത്തിൻ്റെ സുഖം ഒന്നുമല്ല. എല്ലാ പണിയെല്ലാം ആയിട്ട് നമുക്ക് ഫ്രീ ടൈമിൽ ഇരിക്കാനല്ല നല്ല ടൈമുണ്ട്. അല്ലെങ്കിൽ രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്, വൈകുന്നേരത്തെ ചായ, പിന്നെ എന്താക്കുന്ന പിറ്റേ ദിവസം രാവിലെ എന്ത്, ഉച്ചക്ക് എന്ത്, രാത്രി എന്ത് കറി വെക്കുന്നത്, എന്തപ്പം ചൂടുന്നത് തന്നെ ടെൻഷനല്ലേ. നോമ്പാമ്പെല്ലാം എന്തില്ല അങ്ങനത്തെ എന്തൊരു ടെൻഷനില്ല, നല്ല സുഖം. പകുതി അറിയാം നോമ്പാട്ടി. പക്ഷേ ഈ ചൂടെടുത്തിട്ട് നോക്കാൻ കഴിയുന്നില്ല എന്നല്ലാണ്ട് വേറെ എന്ത് പ്രശ്നമില്ല ഞാൻ അൽഹംദുലില്ലാ നോക്കാൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടില്ലേ പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരമാണ്. പിന്നെ രാവിലെ വീഡിയോ എടുക്കാൻ എന്ത് പണി ഉണ്ടായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ വൈകുന്നേരം ഞാൻ ഏട്ടത്തിൻ്റെ പോകുമ്പോഴാണ് വീഡിയോ എടുത്തത്. അത് നല്ല ബിറ്റുണ്ടായിന്. എന്താ പറയുക, ഇപ്പോൾ 2-3 ദിവസം 4 ദിവസമായിട്ടില്ലേ അത്താൻ വെച്ചിട്ട് ഉറങ്ങാനേ കഴിയുന്നില്ല.
ഈ പണിക്കാറ് രാവിലെ വരുന്ന പണിക്കാറ് ഒരു അത്തായം വെച്ചിട്ട് തന്നെ വരുന്നത് തോന്നുന്നു ഉച്ചോളം പണിയെടുക്കുന്ന ബൈറ്റോളം കഴിയുന്നില്ലാത്ത വെയിലത്ത് അങ്ങനെ ഉച്ചയാകുമ്പോൾ ഉറപ്പ് വന്നു. അപ്പോൾ രാവിലെ 6:30 മണി ആ ഒരു ടൈമിൽ വരുന്നു. അപ്പോൾ ഉറപ്പ് വന്നിട്ട് ബെല്ലിടും. പിന്നെ നമുക്ക് ഉറങ്ങാൻ നേരമില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കും. ബട്ടി ചട്ടോരി കയ്യിൽ അത് ഇത് ചട്ടോനല്ല സോറി കൈക്കോട്ട് ബട്ടി അത് വേണം ഇത് വേണം എന്തെല്ലാമിട്ട് ഞാൻ അവരുടെ ബാക്കിൽ തന്നെ. എന്നിട്ട് 2-3 ദിവസം എങ്ങനെ അത്തായം വെച്ചിട്ട് ഉറങ്ങാനേ ഇല്ല. പിന്നെ അത്തായം വെച്ചിട്ട് ഉറങ്ങിയാൽ പിന്നെ നമുക്ക് ഉച്ചക്ക് വൈകുന്നേരം ആ ഒരു ടൈമിൽ അധികം ടൈം കിട്ടുന്നില്ലല്ലോ നമുക്ക് ഉറങ്ങാൻ. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ ഇന്ന് പണിയൊന്നും ഇല്ലല്ലോ, കുറച്ച് നിസ്കരിച്ചിട്ട് കിടക്കാന്നിട്ട് ഒരു 2 മണിയാ 3 മണി ആ ഒരു ടൈമിൽ ഞാൻ ഉറങ്ങിയത്. ജസ്റ്റ് ഇങ്ങനെ ഒരു കണ്ണ് ചിമ്പിയ ഓർമ്മ മാത്രമുണ്ട്. അപ്പോൾ അസ്റ് ഫോൺ വിളിക്കുമ്പോൾ അന്ന് പിന്നെ അണിച്ചത്. അപ്പോൾ ടൈമിലേ 4:45 5:45 അറിഞ്ഞിട്ടേ ഇല്ല. അറിഞ്ഞ അസ്റ് വിളിച്ചില്ല അങ്ങ് അറിയില്ല. ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ അന്ന് വെച്ചിട്ട് പിള്ളമാരെല്ലാം ഉറങ്ങിനാണ് എന്നെ കിടന്നിട്ട്. ഞങ്ങൾക്ക് രാത്രി പോലെ ആയിട്ടുണ്ടായി അറിഞ്ഞാൽ. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തായി നോമ്പറക്കാൻ പോകുന്നില്ലേ ഉറങ്ങുന്ന എന്നിട്ടിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് അണിച്ചാൽ പിന്നെ പടപട പോലത്തെ സ്കെച്ചിട്ട് പാഞ്ഞത് തന്നെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 6, 6:10, 6:15 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അങ്ങനെ 6:45 അങ്ങനെ എന്തല്ലേ ബാങ്കേ. അപ്പോൾ എത്താനായിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ പകുതിക്കെത്തുമ്പോൾ തന്നെ ബാങ്ക് കൊടുക്കുമെന്നോ ചിലപ്പോൾ എന്നല്ലോ. അങ്ങനെ ആയിട്ട് നമ്മൾ പോയിട്ട് പുതിയടക്കാലത്തേക്ക് എത്തിന്. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് പുതിയടക്കാർ ഇടത്തിൻ്റെ പുരയെന്നല്ലോ. ടൗണിൽ തന്നെയാണ് നമ്മൾ പെട്രോൾ പമ്പില്ലേ പുതിയടക്ക അറിയുന്നവർക്ക് അറിയായിരിക്കും. പെട്രോൾ പമ്പിൻ്റെ കുറച്ചപ്പുറം തന്നെയാണ് പുര. അപ്പോൾ ഇത് പോലീസ് സ്റ്റേഷൻ റോഡെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ മാഷാഅല്ലാഹ് വീഡിയോക്ക് ഭയങ്കര കമൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. വലിയ ലെങ്തി കമൻറ്റെല്ലാം ഇടുന്നവരെല്ലാം ഉണ്ട് ഇപ്പോഴും. ഇന്നെല്ലാം കമൻറ്റ് ഇട്ട് ഞാൻ ഫുള്ള് വായിച്ചിന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന്. പക്ഷെ അത് കമൻറ്റ് വന്നിട്ടില്ല, ബേജാറായി. ഞങ്ങൾക്ക് കുറേ നേരം ഞാൻ ടൈപ്പ് ആക്കിയിട്ടിട്ട് കമൻറ്റ് ആയിരുന്നു. മൊബൈലോട്ട് നോക്കുമ്പോൾ വരാത്തതുകൊണ്ട് പിന്നെയും ഞാൻ ടൈപ്പ് ആക്കിയെന്നല്ലോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അത്ര വലിയ കമൻറ്റെല്ലാം ഇടണമെങ്കിൽ എത്രയോ ടൈം ഇരിക്കണ്ടേ അല്ലേ. അങ്ങനെ നമ്മൾ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടല്ല അത്ര എല്ലാ കമൻറ്റെല്ലാം ഇട്ട് തരുന്നത് അല്ലേ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ദൂരത്ത് പാലക്കാട് നല്ലൊരു സുഖമില്ലാതെ ഒരാൾ നമ്മളെ വീഡിയോ നോക്കലുണ്ട് എന്നല്ല പറയുന്നുണ്ടായിന്. പിന്നെ മക്കളില്ലാത്തവർക്ക് ദുആ ചെയ്യണമെന്നല്ല പറയുന്നുണ്ട്. എല്ലാവരും ദ്വാരക്കണവേ, എല്ലാവർക്കും വേണം സ്വാലിയായ മക്കൾ അല്ലേ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 6:40 ആ ഒരു ടൈമിൽ ബദിയടക്ക ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് സമാധാനമായി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എത്തുവലിട്ട് ഓരോ ദിവസം ഓരോർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോമ്പറക്കാൻ പോലുണ്ട്. നമ്മുടെ ഏട്ടത്തിൻ്റെ ഇട അനിയത്തിൻ്റെ ഇട ഉമ്മാൻ്റെ ഇട ഭാബീൻ്റെ ഇട മപ്പളുടെ പുരയിൽ അങ്ങനെയെല്ലാം ഓരോരുന്ന പോക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉമ്മാൻ്റെ ഇടയും പോയി ഇപ്പോൾ ഒരു ഏട്ടത്തിൻ്റെ ഇടയും പോയി. അപ്പോൾ നമുക്ക് ഈ പോയിട്ടാകുമ്പോഴേക്കില്ലേ വരുമ്പാന്ന് ബനിയാന്നത് പോവാൻ പോകുന്നു ഉത്സവത്തിൽ വരുമ്പോൾ നോമ്പും തുറന്നിട്ട് വേറെ അങ്ങനെ ഞാൻ ഒരു പോലെ പോകുന്നല്ലേ പുരലുണ്ടെങ്കിൽ. അപ്പോൾ പോയിട്ട് വരുമ്പോൾ ഒരു പനിയാണ് അങ്ങനെ. അപ്പോൾ മാഷാഅല്ലാ പോയിട്ട് പാടെല്ലാം ഉള്ള സെറ്റാക്കിന് സമൂസ കട്ട്ലൈറ്റ് കായിൻ്റെ ഒരു സ്പെഷ്യൽ പിന്നെന്തുണ്ടായിനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. മക്രോണി ഫ്രൂട്ട്സ് നഗറ്റ്സ് സംഭവങ്ങളെല്ലാം പിന്നെ മോമോസ് ഉണ്ടായി ജ്യൂസും കാര്യങ്ങളെല്ലാം ആയിട്ട് മാഷാഅല്ലാ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കളും ഞാനും എല്ലാവരും നോമ്പെല്ലാം തുറന്നിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ കുറേ നേരം ബിസിയാക്കിയിട്ടെല്ലാം വന്നതാണ്. അവളെ ഉമ്മ എല്ലാം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ബെസ്സായ ഒരു ഉമ്മ മാഷാഅല്ലാ. കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു ഇഷ്ടമാണ്. നമുക്ക് അമ്മേൻ്റെ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് മറന്നുപോയി അറിഞ്ഞാൽ. ഞമ്മങ്ങനെ വിഷയം പറയുമ്പോഴേക്കല്ലേ ശരി തന്നെയാണ് അമ്മക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് മുണ്ടിയിട്ടെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ മിതാദ് മഹദ് എല്ലാവരും നോമ്പറക്കുന്നുണ്ട്. ഇപ്പം നോമ്പറക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് വെള്ളവും ജ്യൂസ് തന്നെയല്ലേ അല്ലേ. എത്ര തണുത്ത കുട്ടി എത്ര നമുക്ക് ഭയങ്കര ടേസ്റ്റാണെന്നല്ലേ വായിക്കല്ലേ. എത്ര കട്ട കിട്ടെങ്കിലും അറിയുന്നില്ല. എനിക്ക് പിന്നില്ലേ കട്ട തന്നെയാണ് ഞാൻ കുടിക്കൽ. നോമ്പറന്നെങ്കിൽ കട്ടയിട്ട വെള്ളമില്ല അത് കുടിച്ചത് വയ്യ രാത്രി 9 മണിയോളം കുടിക്കാൻ വെള്ളം കുടിക്കുന്ന തന്നെ പണിയാണ് നമുക്കറിഞ്ഞാൽ. അങ്ങനെ ബാങ്കെല്ലാം കൊടുത്ത് അങ്ങനെ എല്ലാവരും ഞാനും മക്കളും ഏട്ടത്തിയും മക്കളും മാഷാഅല്ലാ അൽഹംദുലില്ലാ എല്ലാവരും നോമ്പ് തുറക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മൾ ഇങ്ങനെ കുറേ ടൈമുണ്ട്. പിന്നെ ഓളെ മാപ്പിളുടെ ഫാമിലി ഉണ്ട്, എളപ്പാൻ്റെ മോള് അല്ലേ. അടുത്തേക്കല്ല ഞാൻ പോയിട്ടുണ്ടായിന് 2 പേർക്ക് പോയിട്ട് കുറേ ആയി. ഒരു വിളിക്കുന്ന ഞാൻ ചോദിക്കുന്ന വരുന്നില്ലേ എന്നെല്ലാം ചോദിക്കുന്ന നമ്മൾ പോയിട്ടാകുമല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാൻ എന്നിട്ടില്ലേ നോമ്പല്ല തോന്നുന്നത്. ഏകദേശം ഒരു 8-9 മണി ആ ഒരു ടൈമിൽ ഞാനും ഏട്ടത്തിൻ്റെ മോളെല്ലാം പോയതാണ്. പുള്ള മറന്നിട്ടുണ്ടായിട്ടില്ല, ഞാൻ തന്നെ പോയത്. അപ്പോൾ അതിന് മുമ്പ് നല്ല സ്ട്രോങ്ങിലൊരു ചായ കുടിക്കാൻ എന്നിട്ടില്ലേ ലാമി നല്ല അടിപൊളി ചായ എല്ലാം ആക്കി തന്നിന്. അങ്ങനെ ഞാനും വലിക്കല്ലേ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് ചായ കുടിക്കലാന്ന്. കഥ പറയുന്നത്
പിന്നെ നീ എന്തിനാ ഫസ്റ്റ് തന്നെ ഒറ്റയ്ക്ക് പോയത് ഞമ്മല്ലാരും ഒന്നിച്ചിട്ട് പോഞ്ഞില്ലേ നോമ്പറക്കാനെന്നല്ല ഇങ്ങനെ പറയുന്നുണ്ട് ഡ്രസ്സ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ആക്കുന്നത് ഇങ്ങനെ ആക്കുന്നത് പിള്ളേർക്ക് അതാക്കുന്നത് ഇതാക്കുന്നിട്ട് അങ്ങനെ അവളതാ പുറത്തന്നെ ഇല്ലേ മുകളിൽ നല്ലൊരു പക്ഷി കൂട് കെട്ടിയിട്ടുണ്ട് എപ്പോഴും ഇതുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ കൂടും കുഞ്ഞും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് കഥ അറിയോ, ഞാനും ഏട്ടത്തിയും വന്നിട്ടുണ്ടായിട്ടോ ഇവിടെ എന്നോളം മുറ്റത്ത് തന്നെ ചില്ലീസിൽ. അത് മിന്നുൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിന് 7ാം ക്ലാസ്സിലത്തെ മദ്രസിൻ്റെ. അങ്ങനെ പാസ്സായ എൻ്റെ ഒരു പ്രിൻസിപ്പുള്ള മാർക്ക് ഓക്കെ ഇങ്ങനത്തെ ചോക്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ലൈസ് ചോക്ലേറ്റ് അത് ഇത് മറ്റേ മറിച്ച് അങ്ങനത്തെ എന്തെല്ലോ ഇട്ടിട്ടില്ലേ ഒരു ബോക്സ് ആക്കിയിട്ട് ഒരു ജസ്റ്റ് ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ആക്കിയിട്ട് കൊടുത്തതാണ്. അവളെ പേര് മാത്രമല്ല എല്ലാവരും കഴിച്ചു തന്നിട്ട് ഞങ്ങൾക്ക് തീർന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഗിഫ്റ്റ് ആക്കിയിട്ട് ഒരു പിള്ളേരെ വെറുതെ ഒരു സന്തോഷം. ഇനി ഒരു മാർക്കെല്ലാം എടുക്കാനും പഠിക്കാനും മാർക്ക് എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇട്ടല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അവളെ ഫാമിലീൻ്റെ അടുക്ക് പോയി ഞാൻ. അങ്ങനെ ഞാനും ഏട്ടത്തിൻ്റെ മോളും അവിടെ തന്നെ മുറ്റത്ത് തന്നെ ഇപ്പോൾ കുറച്ചുള്ളത് ടൗണിൽ തന്നെ ഉള്ള പോയി അവളെ പെണ്ണ് കുറച്ചിങ്ങോട്ട്. അങ്ങനെ അപ്പോൾ ഓരോ മോനിത് ലണ്ടനാ എവിടുന്ന് നമുക്ക് പറഞ്ഞ ഓർമ്മയില്ല ശരിക്കും. ഇതിങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ കാട്ടം പറക്കുന്നതിന് കുഞ്ഞിറ്റുമ്പോൾ പറക്കണ്ടാന്നിട്ട് ഇങ്ങനത്തെ കാട്ടം പറക്കെല്ലാം കൊടുത്തിരുന്നല്ലിട്ട് ഇനി നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ട് നല്ല വാങ്ങണ്ടായിരുന്നു ഞാൻ കവറെല്ലാം ഇങ്ങനെ പറക്കുന്നെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് ആ ക്ലിപ്പോട് ഇങ്ങനെ ഒന്ന് ഫോൾഡാക്കിയാൽ മതി. അങ്ങനെ അപ്പോൾ എല്ലാം നോക്കിയിട്ട് നല്ല അടിപൊളി പാത്രമെല്ലാം ഉണ്ടെന്നല്ലേ നമുക്ക് പാത്രം ഒരു മജയല്ല നോക്കുന്നത്. അങ്ങനെ എല്ലാം നോക്കിയിട്ട് പിന്നെ എങ്ങനെ നമ്മൾ വിടുന്നില്ല ജ്യൂസും അതും ഇതെല്ലാം പുറത്തുനിന്നെല്ലാം കൊണ്ടുവച്ചതാണ്. പിന്നെ അവരെല്ലാം പൊരയും കാര്യങ്ങളെല്ലാം ടൗണിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിൻ്റെ അവിടെ തന്നെയാണ് പെട്രോൾ പമ്പിൻ്റെ ബാക്കിലുള്ള വരെയാണ്. അപ്പോൾ അവിടെ തന്നെ വിളിച്ചു പറഞ്ഞിട്ട് നമുക്ക് കുറേ എല്ലാ ജ്യൂസും സ്നാക്സും സംഭവങ്ങളെല്ലാം കൊണ്ടുവരും. എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ കൊട്ടിൽ വെച്ചതാണ്. അങ്ങനെ അടുത്ത ജ്യൂസും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് കുറേ ബിസിയെല്ലാം ആക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ വേറൊരു ഇളപ്പം ഈ ഓറന്നെ അനിയത്തിയാട്ടത്തിയാന്നൊക്കെ ശരിക്കറിയില്ല ആടക്ക് പോയിട്ടുണ്ടായിന്. ഓറെല്ലാം പതിയൊക്കെ കയറുന്നില്ലെങ്കിലേ മാഷാള്ള മനസ്സന്മാറുന്നില്ലെങ്കിൽ അവർക്കൊരു എന്തോ ഒരു ജീവെടുക്കും നമ്മളെ കണ്ടെങ്കും നമ്മൾ പോയെങ്കും വന്നെങ്കും ഏടെ കണ്ടെങ്കിലും അങ്ങനെ വലിയ ആളായെങ്കും പിള്ളേരായെങ്കും ആരായെങ്കിലും അത് അളിയ മുതൽ മാഷാള്ള അളിയ മുതൽ അവരുടെ ഫാമിലി ഫുൾ അങ്ങനെ തന്നെയാണ്. നല്ല ബിസിയും ഒരു പിരിസോ ഒരു എന്തോ ഒരു മാഷാള്ള എല്ലാവരും അങ്ങനെ. പക്ഷെ ഓർക്ക് കുറച്ച് കൂടുതൽ ബിസിയും ഇതെല്ലാം അങ്ങനെതാ നമ്മൾ ഒന്നെടുത്തിട്ട് ഹാഫാക്കാൻ നല്ല എങ്ങനെ സമ്മതിക്കുന്നില്ല. ഇതെടുക്ക് സമൂസയും ഉന്നക്കായ പിന്നെ കിളിക്കൂട് കട്ട്ലൈറ്റ് മുട്ടൻ്റെ പിന്നെ ഒരു മുട്ടൻ്റെ എന്താ പറയുക ബബ്സ് പോലത്തെ അങ്ങനത്തെ നല്ല ഉണ്ടായിന്. പക്ഷെ അതെല്ലാം കഴിച്ചിട്ടായിട്ട് ഇപ്പോൾ എല്ലാം നോക്കിയിട്ടായിട്ട് വന്നതാണ്. അപ്പോൾ ഇതെൻ്റെ ഭയങ്കര സബ്സ്ക്രൈബറും കൂടിയാന്ന് പറഞ്ഞല്ലോ. നല്ല പാങ്ങുണ്ട് നോക്കാൻ ഞാൻ എപ്പോഴും നോക്കലുണ്ട്. അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് നല്ല ചെല്ലിട്ട് മഷാല ഭയങ്കര ഇഷ്ടമാണ് നമ്മളെല്ലാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആടെ നമ്മൾ ഇറങ്ങിയിട്ട് അതിന് ശേഷം ഇല്ലേ പുറത്ത് അവിടെല്ലാം നോക്കി ഫുള്ള് സെറ്റപ്പാന്ന് ഗ്രിൽസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടല്ലോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ഉറന്നെ അനിയത്തിയായിട്ടെത്തിയെന്ന് ശരിക്കും ഓർമ്മയില്ല ആടെ പോയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടായിട്ട് നേരെ ആടെ പോയി നമ്മൾ വേഗം പറയുന്നുണ്ട് ഇപ്പോൾ മറലാക്കിയിട്ട് വന്നിനെ. അപ്പോൾ വേഗം പോയിട്ട് സാധനമായിരിക്കും വരുന്നതെന്നുള്ള ചെല്ലിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വലിക്കോട് പറയുന്നുണ്ട് ഞാൻ അവളെടുക്കുക തന്നെ ജസ്റ്റ് പറുതാക്കില്ലേ എൻ്റെ ചുരിദാറിൻ്റെ ഷോളല്ലോട്ട് ഇങ്ങനെ പോയതാണ്. പക്ഷെ ഇങ്ങനെ പോകുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ഷോളിൽ ഇങ്ങനെ ക്രൈക്കോണ്ടായിന് പൊള്ളിലൂടെ ആരുമില്ല ഷോളിന്. അവിടേക്കെത്തുമ്പോൾ ഏകദേശം 9:30 വന്ന് മണിയെന്തോ ആയിന്. അപ്പോൾ അങ്ങനെ ഞമ്മല്ലേ നോമ്പായിട്ട് ഞമ്മക്കിടെ പെരുന്നായ പോലെ അതിനെല്ലാം അടുത്ത് പോയിട്ട് പക്ഷെ അല്ലാടെ കയറുമ്പോൾ അങ്ങനെ ഓറിയൊന്നുണ്ടാക്കിയത് ഇത് യൂട്യൂബിലത്തെ ഉള്ളല്ലേ അങ്ങനല്ലേ ഇങ്ങനെയല്ലേ ശരിയായിട്ട് പക്ഷെ അത് ഭയങ്കര ഇതായിന്. അങ്ങനെ അവിടെ പോയിട്ട് ഭയങ്കര സെറ്റപ്പ് ആയിരുന്നത്. പക്ഷെ അതാ നല്ല ഭാഗമുണ്ടായിന് പൊരയും കാര്യങ്ങളെല്ലാം കാണാൻ. നമ്മൾ നേരെ നോക്കുന്നത് കിച്ചൺ ഐറ്റംസും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം മോന് നാസാക്ക് പോയിന്. എൻ്റെ ഇടയിൽ ഫോണിലും വാട്സപ്പിലും യൂട്യൂബിലും അതിലെല്ലാം വന്ന് ശ്രദ്ധിച്ചിനാന്നറിയില്ല. ഇബ്രാഹിം ഖലീലിട്ട് നാസാക്കെല്ലാം പോയത് നാസയിൽ പ്രവേശനം ഇപ്പോൾ ഉള്ളതോനെ ആടെ തന്നെ അറിയാം. പക്ഷെ അത് നല്ല സ്വഭാവം എൻ്റെ ആടെ അങ്ങനെ ഞാൻ വീഡിയോ എല്ലാം നോക്കലുണ്ടെന്നുള്ള ചില ഭയങ്കര വിഷയത്തിലുണ്ട്. എടുത്ത കിച്ചണല്ലേ ഞാൻ കാണിച്ചു തരാം. നമ്മളെ മനസ്സിലുള്ള പോലത്തെ ഒരു അടിപൊളി കിച്ചണാണ്. നല്ല ഏട്ടത്തി ഇങ്ങനെ വിഷയം പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഓരോരോ ഐറ്റംസ് അടുത്തെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ വിഷയമാക്കുക ഞാൻ കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ട് വരുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിന് പെർമിഷന്. ആൾക്ക് പ്രശ്നമില്ല അതിനെന്താണെന്ന് എടുത്തോന്നല്ലിട്ട് അങ്ങനെ ഞാനും ലാമിയോ കിച്ചണിൻ്റെ സെറ്റപ്പിനെല്ലാം നോക്കുന്നീ എടുക്കുന്നെല്ലാം ഉണ്ടാവും.
ഞാനും അങ്ങനെ തന്നെ കിച്ചൺ ഐറ്റംസ് ഇഷ്ടം. ഏട്ടത്തിൻ്റെ മോക്കും അങ്ങനെയല്ല, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. ഇതിപ്പോൾ പിള്ളേരായതുകൊണ്ട് അറിയുന്നില്ല, ഇങ്ങനെ ഇഷ്ടത്തോടെ വളർന്നുകൊണ്ട് വരുന്നുണ്ട് ഞാൻ. അതിനെ ഡ്രവറും റോയലും എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയതാണ്. നമുക്ക് കളിയാട് ഇഷ്ടമുള്ള പോലെ തന്നെ ഓർക്ക് ഏട്ടത്തിന് ഭയങ്കര കാര്യമാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടം ബൽക്കീസ്. അല്ലെങ്കിൽ അവരുടെ ഫാമിലി, മാപ്പിളുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് മാഷാഅല്ലാ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കളിയാൻ ഇഷ്ടമല്ലേ, അങ്ങനെ ഇഷ്ടമുണ്ട് ഞങ്ങളെ ബൽക്കീനെന്നുള്ള ചെല്ലിട്ട് അങ്ങനെല്ലാം ഞാൻ വിശ്വം പറഞ്ഞുകൊണ്ടായിരുന്നു. ഞാൻ കുറേ നേരം ഉണ്ടായിരുന്നു അമ്മ, പക്ഷെ കഴിക്കാൻ വേണ്ടാന്നിട്ട് ഓർമ്മ അങ്ങനെ ജ്യൂസും മറ്റേ എന്ത് ജ്യൂസ്, ചെറുപ്പുള്ളിയില്ലേ, ചെറുപത്തെല്ലാം ആക്കിയിട്ട് ഇതങ്ങ് കുടിക്കും എന്നല്ല ചെല്ലിട്ട് അങ്ങനെ തന്നത്. നമ്മൾ പറഞ്ഞു നോമ്പെല്ലാം തുറന്നിട്ട് വേറെ ഫുള്ളാന്നൊന്നും വേണ്ടാന്നല്ലോ. അങ്ങനെ ഇങ്ങനെയായിട്ട് കുറച്ച് വെള്ളം കുടിച്ചു വന്നിട്ട് അങ്ങനെ ചെറുപ്പുള്ളീൻ്റെ ജ്യൂസ് ആക്കിയതാണ്. പിന്നെ ഒരുമാതിരിയുള്ള ജ്യൂസ് എന്തിയോളം കുടിക്കുന്നില്ല, ലാമിയും കുടിക്കുന്നില്ല അങ്ങനെ. അപ്പോൾ അതാ നല്ല ഗോൾഡൻ കളർ ഗ്ലാസും ബ്ലാക്ക് ഗ്ലാസും എല്ലാം ആയിട്ട് അതെല്ലാം നോക്കിയിട്ട് നല്ല ഉപ്പിടുന്ന പോട്ടുണ്ടായിരുന്നു ചെറിയൊരു. അപ്പോൾ ഞാൻ ഇർഫാന സംശറിനെ പോലത്തെ ടിന്നിട്ട് ഇർഫാന സംശറല്ലേ കുറേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്കല്ല ഇർഫാന സംശറിന് ഭയങ്കര ഇഷ്ടമല്ലേ, അതെല്ലാം ഇങ്ങനെ നോക്കുമല്ലോ നല്ല അങ്ങനെ. അപ്പോൾ ഈ ഒരു ഏരിയ നോക്കിയാൽ നല്ല വാങ്ങില്ലേ, കൗണ്ടർ ടോപ്പ് അല്ല ഗ്യാസ്, കൗണ്ടർ ടോപ്പും ഗ്യാസും ആയിട്ട് ഇതിൽ നല്ല കയ്യിലും ഗോൾഡൻ കളറും അതും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കാണിക്കുന്നുണ്ട്, ഇതാടുന്ന് കൊടുന്ന് അത് കിടന്ന് കൊടുന്നിട്ട് നല്ല ചേൽക്ക് നമുക്ക് നല്ല ഇതെല്ലാം പറഞ്ഞു തരുന്നത് നേരെ അങ്ങനെ. നമുക്ക് പിന്നെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ പൊരിനവും കിച്ചണിനോട് തന്നെയല്ലേ ഭയങ്കര ഒരു ക്രേസ് അല്ലേ. അതൊരു എത്ര കണ്ടെങ്കിൽ എത്ര നോക്കിയാൽ നമുക്ക് അതൊരു ഇഷ്ടം തീരെയില്ല ഇതിനോടല്ലേ. അപ്പോൾ നല്ല മാഷാഅല്ലാ അടിപൊളി ബെഡ്റൂമും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബാക്കിൽ എൻ്റെ വിശ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അറിയാം. എല്ലാവരും നോക്കലുണ്ട്, ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുത്തിന് അങ്ങനെ ഇങ്ങനെ എന്നുള്ള ചെല്ലിട്ട് ഓരോ പോട്ട് കാണുമ്പോൾ ഓരോ പാത്രം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ബൗള് കാണുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കാണുമ്പോൾ ഞാനല്ലോ ഇർഫാന സംശറിൻ്റെ അതേ ഇത്. അപ്പോൾ അവർ ചോദിക്കുന്നത് ഇതാര് ഇർഫാന സംശർ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ. ഇങ്ങനെ ഓറിങ്ങനെ ബിസിയാക്കുമ്പോൾ ഞാൻ ഓരോന്നിലും ഇങ്ങനെ ഫോക്കസ് ആയിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കുറേ ആയിപ്പായിരുന്നു, നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇത് ഒരു മാംഗ്ലൂർ മാളിൽ നിന്നെന്തോ മേങ്ങിയെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നല്ല ഫ്ലവറും കാര്യങ്ങളെല്ലാം ആയിട്ട് മാഷാഅല്ലാ സെറ്റപ്പാണ്. അപ്പോൾ ഈ ഗ്യാസ് വെക്കുന്ന സ്ഥലം നോക്കിയാൽ എല്ലാം ചെയ്യില്ലേ കാണാൻ, നല്ല ലൈറ്റിങ്സും സംഭവങ്ങളും എല്ലാം ആയിട്ട് നല്ല ഉണ്ട്. ഭയങ്കര ഇഷ്ടമായി കാണുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല, ഞാൻ രാത്രി പ്ലാൻ ഇട്ട് തന്നെ നോമ്പും തുറന്നിട്ട് വരാമെന്ന് പോയിലോട്ട് തന്നെ നിൽക്കുന്നില്ല. എന്നിട്ട് ഫസ്റ്റ് തന്നെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ എന്ത് കഥയെന്നറിയോ, എന്നിട്ട് നിൽക്കുന്നില്ല, എന്നിട്ട് 1 മണിയോളം ബിസിയാക്കി 1:30 മണിയായിട്ട് ഞാൻ വണ്ടിയിൽ കയറുമ്പോക്കില്ലേ പെട്രോളൊരു മിന്നുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓളടുത്തേക്ക് പോയതും തിരക്ക് പിടിച്ചിട്ടല്ലേ ബാങ്ക് കൊടുക്കാനായി എന്നിട്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും വരുമ്പോൾ പെട്രോൾ അടിക്കാൻ എന്നിട്ട് പോയതാണ്. പക്ഷെ അവിടെ എത്തിയിട്ട് ഞാൻ അടിക്കാനേ ഓർമ്മയില്ല. ആളടുത്തോളം മുറ്റത്ത് തന്നെ പമ്പുണ്ടായിന് അടിക്കുന്നെങ്കിൽ നമ്മൾ ബിസി ആക്കിയിട്ട് തന്നെ നമുക്ക് മറന്നിട്ട് പോയി. അങ്ങനെ വണ്ടിയിൽ കയറിയതില്ലേ ബയലോട്ട് കയറി രാവിലെ പോകാന്നിട്ട് ഞാൻ മക്കളെല്ലാം നിന്നിട്ട് രാവിലെ സ്വീകരിച്ച പാട് പിന്നെ വന്നതാണെന്നുണ്ട് അവിടുന്ന്. അങ്ങനെ അപ്പോൾ ഈ ഫ്ലവറെല്ലാം നോക്കിയാൽ നല്ല വാങ്ങില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുന്നവർ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും മസ്റ്റാണ്. അതിനെ നിങ്ങൾ ഒരു കഴിഞ്ഞ് തരാക്കിയറിൻ്റെ വേണം. എത്ര ആളെ നോക്കുന്നവരോ ലൈക്കും കമൻറ്റും ഇട്ടിട്ട് തന്നെ നോക്കുന്നവർ. കമൻ്റായിട്ടൊരു സ്മൈലായെങ്കിൽ പ്രശ്നമില്ല. കമൻറ്റ് ഉണ്ട് എന്ന് കാണുമ്പോൾ നമുക്കൊരു പിന്നെയും വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ. അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ഞാനും മക്കളും വെലോട്ട് പെരക്കന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.